ഇന്ന് നമുക്ക് പ്രഷർ കുക്കറിൽ എങ്ങനെ വളരെ എളുപ്പത്തിൽ വെജ് പുലാവ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. വെജ് പുലാവ് ഉണ്ടാക്കുന്നത് നമ്മളിന്ന് കുക്കറിലാണ് കാണിക്കുന്നത്. അതിനായിട്ട് ആദ്യം കുക്കർ ഒന്ന് ഹീറ്റ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ജീരകം ആദ്യം ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ നല്ല ജീരകം, ക്യുമിൻ സീഡ്സ്. ഒപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ള സ്പൈസസ് ഒക്കെ ചേർക്കാം. 2 ഗ്രാമ്പൂ, 1 ഏലക്ക. ഈ ഏലക്കൊക്കെ ഇത് ബ്ലാക്ക് കാർഡമം ആണ്. ബ്ലാക്ക് കാർഡമം ഉണ്ടെങ്കിൽ ഇടുക, അല്ലെങ്കിൽ ഗ്രീൻ കാർഡമം ഒരെണ്ണം കൂടെ എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി. 1 ബേ ലീഫ്, 1 3-4 കുരുമുളക്, 1 ചെറിയ കഷ്ണം പട്ട. സ്പൈസസ് ഇട്ട് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കതിനകത്തേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഒപ്പം തന്നെ 1 പച്ചമുളക് സ്ലൈസ് ചെയ്തത്, 1 ചെറിയ സവോള ചോപ്പ് ചെയ്തത്. ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കുക. പിന്നെ ചെറിയ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. നമുക്ക് സവോള ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. സവോള ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുകയും വേണം. ഇഞ്ചിയുടെ ഒക്കെ ഒരു പച്ചമണം മാറി നല്ലൊരു മണമായി കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് വെജിറ്റബിൾസ് ചേർക്കാം. പിന്നെ ഇവിടെ എടുത്തേക്കുന്ന 1 പൊട്ടേറ്റോ മെഷർ ചെയ്തെടുത്താൽ ഒരു 1/3 കപ്പ് ഉണ്ടാവും. പൊട്ടേറ്റോ ചേർത്ത് 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റുക. ഇപ്പോൾ നമ്മൾ എടുത്ത പച്ചക്കറികളിൽ ഉരുളക്കിഴങ്ങാണ് ഏറ്റവും വേവുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങ് ചേർത്ത് നമ്മൾ ആദ്യം ഒന്ന് വഴറ്റുന്നത്. ഇനി ഇതിലേക്ക് ക്യാരറ്റ്, 1 ക്യാരറ്റ് മെഷർ ചെയ്താൽ ഏകദേശം ഒരു 1/2 കപ്പ് ക്യാരറ്റ് ഉണ്ടാവും. ഒരു 3-4 ബീൻസ് ഇതേപോലെ ക്യൂബ് ചെയ്തത്. ഇത് കൂടാതെ കോളിഫ്ലവർ ചേർക്കാം, പനീർ ചേർക്കാം, മഷ്റൂംസ് ചേർക്കാം. നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം. ഈ വെജിറ്റബിൾസ് ചേർത്ത ശേഷം ഞാൻ ഇതിനകത്തേക്ക് വെജിറ്റബിൾസിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതിലേക്ക് അരിയിടാം. ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് ബസ്മതി റൈസ് 1 കപ്പാണ്. ഇത് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത ശേഷം ഉള്ളതാണ്. സോക്ക് ചെയ്ത ശേഷം വെള്ളം കളഞ്ഞ് വെച്ചേക്കുന്നതാണ്. അരി ചേർത്തൊന്ന് വഴറ്റിയെടുക്കും. അപ്പോൾ ഞാൻ ഫ്ലെയിം കൂട്ടി ഇട്ടേക്കുന്നത് ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം അരിയിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കും. അരി ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചൂടുവെള്ളം വേണം ചേർക്കാൻ. നമ്മൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ചേർക്കുക. ഒന്നര ചേർത്തു. കൂടാതെ ഒരു എക്സ്ട്രാ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കുകയാണ്. വെജിറ്റബിൾസും കൂടെ ഉള്ളതുകൊണ്ടാണ് എക്സ്ട്രാ വെള്ളം ചേർക്കുന്നത്. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഉപ്പ് ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്തു. ആദ്യം പച്ചക്കറി വഴറ്റാൻ നേരത്തെ നമ്മൾ 1/2 ചേർത്തിട്ടുണ്ടായിരുന്നു. മൊത്തം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഒറ്റ വിസിൽ വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. 1 വിസിൽ വന്ന ശേഷം ഇമ്മീഡിയറ്റ്ലി ഓഫ് ചെയ്തിടുക. പ്രഷർ പോയി ചെക്ക് ചെയ്യാം. ഒരു ഫോർക്ക് വെച്ച് ലൈറ്റായിട്ടൊന്ന് ഫ്ലഫ് അപ്പ് ചെയ്ത് കൊടുക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. റൈസൊക്കെ നല്ല വിട്ട് 1 മിനിറ്റ് ഒന്ന് തുറന്ന് വെക്കുക. അതിന് ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനപ്പോൾ ഇന്ന് പുലാവിനകത്ത് ഇടാനായിട്ട് ഗ്രീൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇടാനായിട്ട് വിട്ടുപോയി, അപ്പോൾ അതുകൊണ്ട് ഇടുന്നില്ല. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. അപ്പോൾ നമ്മൾ എല്ലാ വെജിറ്റബിൾസും ഇട്ട ശേഷം അരി ഇട്ട് കഴിഞ്ഞിട്ട് ഈ ഫ്രോസൺ ഗ്രീൻ പീസും ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 1/4 കപ്പാണ് എടുത്ത് വെച്ചിരുന്നത്. ഇനിയിപ്പോൾ ഇടാൻ പറ്റത്തില്ല, അല്ല സെപ്പറേറ്റായിട്ട് കുക്ക് ചെയ്തിട്ടിടണം. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഇടുന്നില്ല. ഇടുമ്പോൾ അതാണ് ഇച്ചിരി നല്ലതാണ്. കാണാനൊരു ഭംഗിയാണ്. നല്ല ഇടയ്ക്കിടയ്ക്ക് നല്ലൊരു ഗ്രീൻ കിട്ടും. ടേസ്റ്റ് വൈസും നല്ലതാണ്. 1 മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഫ്ലേവറിന് കുറച്ച് മല്ലിയിലയും കൂടെ കൊടുക്കാം.
ഇതിനകത്തുനിന്ന് ഹോൾ സ്പൈസസ് ഒക്കെ റിമൂവ് ചെയ്യുക. ഇനി നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. നമ്മൾ ചില്ലീസൊക്കെ ഹോളായിട്ടല്ലേ ഇട്ടെ, അതും റിമൂവ് ചെയ്യാം. ഒരു കപ്പ് റൈസ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ 4 കപ്പാണ് കിട്ടുന്നത്. അത്രയും ക്വാണ്ടിറ്റി ഇപ്പോൾ 2 പേർക്കോ അല്ലെ 3 പേർക്കോ ഒക്കെ സെർവ് ചെയ്യാവുന്ന ക്വാണ്ടിറ്റിയാണിത്. നമ്മുടെ പുലാവ് റെഡിയാണ്. ഞാൻ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ചേർക്കുകയാണ്. മല്ലിയില ചോപ്പ് ചെയ്ത് ചേർക്കാം. പുലാവ് സെർവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ സെർവ് ചെയ്യാം. ഫ്രൈഡ് അണിയൻസും നട്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ സെർവ് ചെയ്യാം, നിർബന്ധമില്ല. നമ്മുടെ വെജ് പുലാവ് റെഡിയാണ്. അപ്പോൾ ഇതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ്. ഒരു റൈത്തായും ഒരു പിക്കിളും കൂടെ ഉണ്ടെങ്കിൽ, നാരങ്ങാച്ചാറോ അല്ലെങ്കിൽ പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. അതല്ലെങ്കിൽ നമുക്ക് കോളിഫ്ലവർ ഫ്രൈയുടെ കൂടെയോ അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻസിനാണെങ്കിൽ മട്ടൺ കറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.